തലശ്ശേരി ബിരിയാണിയോട് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന തലശ്ശേരിക്കാരുടെ ഒക്കെ പ്രിയപ്പെട്ട ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. വളരെ ഈസി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇറച്ചിച്ചോറ്. ബിരിയാണിയുടെ കൂടെ കഴിക്കുന്ന അക്കമ്പനിമെൻറ്റ്സ് ഒക്കെ ഇതിനും ഉണ്ട്. നല്ല അച്ചാറും കച്ചമ്പറും ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ 1 കിലോ ബീഫിന് ഇത് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരു കുക്കറിലേക്ക് ഇടാം നമുക്ക്. അപ്പോൾ 2 തക്കാളി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ തക്കാളിയാണ്. പിന്നെ 2 സവാള അരിഞ്ഞത്, അതും ഒരു വലിയ 2 സവാളയാണ്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് റെസിപ്പി കൊടുക്കാം കേട്ടോ. പിന്നെ 1 കിലോ ബീഫ് എടുക്കുന്നുണ്ട്. ഇതിന് ശരിക്കും 1/2 കിലോ മതി. പക്ഷേ ഞാൻ 1 കിലോ ഇടുന്നത് എനിക്കിത് കുറച്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പിന്നീട് കാണിച്ചു തരാം. കുറച്ച് കറിവേപ്പില ഇടാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടി, അതുപോലെ 1 ടീസ്പൂണ് മുളക് പൊടി, എല്ലാം ഓരോ ടീസ്പൂൺ വീതമായിട്ടോ എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ലാസ്റ്റായിട്ട് 1 ടീസ്പൂൺ കശ്മീരി റെഡ് ചില്ലി കൂടി ചേർക്കാം. ഇനി 2 ടീസ്പൂൺ ഉപ്പും പിന്നെ മല്ലിയിലയും പുതിനയിലയും കൂടി ആഡ് ചെയ്യുക ഇതിലേക്ക്. അതിനുശേഷം ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി കുഴച്ചെടുക്കണം. ഇനി ഇത് നമുക്ക് പ്രഷർ കുക്ക് ചെയ്തിട്ട് എടുക്കണം. വെള്ളം ഒന്നും ഒഴിക്കണ്ട. ഇത് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഫസ്റ്റ് ഒരു വിസിൽ ഹൈ ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ്. അത്രയാണ് നമ്മളിത് കുക്ക് ചെയ്യാൻ എടുക്കുന്ന സമയം. ഇനി വേറൊരു പാനിൽ 1 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. ഇനി ഇതിലേക്ക് ഹോൾ ഗരം മസാല ചേർക്കുക. പട്ട, ഗ്രാമ്പു, ഏലക്ക ഒക്കെ 2 എണ്ണം വെച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ 2.5 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അത് കഴുകി ഊറ്റിയിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം. ഒരു 5-10 മിനിറ്റ്. അതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്ത് വഴച്ചാൽ അപ്പോഴേക്കും നമ്മുടെ ബീഫൊക്കെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഒട്ടും വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, പക്ഷേ ഇതിലൊക്കെ വെള്ളം ഊറി നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു വെള്ളത്തിലാണ് നമ്മൾ റൈസ് കുക്ക് ചെയ്യാൻ പോകുന്നത്. പോരാത്ത വെള്ളം നമ്മൾ എക്സ്ട്രാ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കും. ഇപ്പോൾ കണ്ടില്ല, ഇത്രയും ഗ്രേവി ഉണ്ട്. ഇനി നമ്മൾ വറുത്ത അരി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം ഇത്ര വെള്ളം മതിയാവില്ല നമ്മുടെ റൈസ് കുക്കാവാൻ. അപ്പോൾ നമ്മൾ അതിലേക്ക് എക്സ്ട്രാ കുറച്ച് ചൂടുവെള്ളം കൂടി ഞാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1 കപ്പിന് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാനിപ്പം മനക്കണക്ക് വെച്ചാൽ ചെയ്തത്. അപ്പോൾ നമുക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ആകുമ്പം പിന്നെ വെള്ളത്തിൻ്റെ അളവൊന്നും പ്രശ്നം വരില്ല. നമുക്കൊരു മനക്കണക്ക് വെച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ 1-ന് 1.5 കപ്പ് എന്നുള്ള രീതിയിൽ എടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു അരമുറി ചെറുനാരങ്ങ നീര് കൂടി പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇതിന് ഞാൻ കുക്കറിൻ്റെ മൂടി ഇട്ടിട്ട് വിസിൽ മാറ്റി ഒരു 15 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ കുക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് 15 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോഴേക്കും ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ടാവും. തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് സമയം കൂടി ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെക്കാം. ഒരു 5 മിനിറ്റ് ഒക്കെ അതിൻ്റെ അരിയുടെ വേവ് നോക്കിയിട്ട് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി വേവാനുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് സമയം കൂടി വെച്ചിട്ടുണ്ട്. ഒരുപാട് നേരവും വെക്കരുത്, ഇത് വെന്തടിഞ്ഞ് കുഴഞ്ഞു പോകും. അപ്പം ഇപ്പോൾ ഏകദേശം ചോറ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അവസാനം കുറച്ച് മല്ലിയിലും പുതിനയിലും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സംഭവം റെഡിയായി. നല്ല അരോമയാണ്, നല്ല ഒരു സ്മെല്ലിങ്ങനെ വരും. ഇതിങ്ങനെ കഴിക്കാൻ തോന്നുന്ന ഒരു സ്മെല്ല് വരും ഇപ്പം. ഇനി ഇതിൽ നിന്ന് കുറച്ച് ബീഫ് ഞാൻ എടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ബീഫ് ഞാൻ കറിയിൽ നിന്നുള്ള ബീഫ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്തതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഇറച്ചിച്ചോറിൻ്റെ മേലിൽ ഒരു ഭംഗിക്ക് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ബീഫ് ഫ്രൈ കൂടി വെച്ചിട്ട് സെർവ് ചെയ്യാം കേട്ടോ. അപ്പം ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റൈലിൽ ഈ ഒരു റൈസിൽ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ കൂടുതൽ വീഡിയോസിനായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ഇതുവരേക്കും ബൈ.